നമസ്കാരം, അനീഷ് വോയിസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബാങ്ക് ക്ലർക്ക് ഓർ ക്യാഷ്യർ പരീക്ഷയുമായി ബന്ധപ്പെട്ട സിലബസിനെ കുറിച്ചാണ്. കാറ്റഗറി നമ്പർ 63/2024, കാറ്റഗറി നമ്പർ 64/2024 എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലർക്ക് ഓർ ക്യാഷ്യറുടെ സിലബസാണ് കഴിഞ്ഞ ദിവസം PSC പബ്ലിഷ് ചെയ്തത്. ഈ സിലബസിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ക്ലർക്ക് ഓർ ക്യാഷ്യർ ഇൻ കേരള ബാങ്ക് സിലബസ് കാറ്റഗറി നമ്പർ 63/24, 64/24. ടോട്ടൽ 100 മാർക്സ്. പാർട്ട് 1 കോഓപ്പറേഷൻ 50 മാർക്സ്, പാർട്ട് 2 ബാങ്കിങ് 40 മാർക്ക്, പാർട്ട് 3 IT ആൻഡ് സൈബർ ലോ 10 മാർക്ക്. പാർട്ട് 1 കോഓപ്പറേഷൻ 50 മാർക്സിൻ്റെയാണ് കോഓപ്പറേഷൻ വരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പാർട്ടായിട്ട് വരുന്നത് കോഓപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്നുള്ളതാണ്. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം, കോഓപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്, ഫ്യൂച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, പാർട്ണർഷിപ്പ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, എ കോഓപ്പറേറ്റീവ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആസ് ആൻ എൻ്റർപ്രൈസ്, കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഇത് 5 മാർക്കിൻ്റേതായിട്ടാണ് വരുന്നത്. അടുത്തതായിട്ട് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ, റോക്കഡൈൽ പൈനിയേഴ്സ് ഫസ്റ്റ് സ്റ്റേജ്, റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബൈ ICA സെക്കൻഡ് സ്റ്റേജ്, കാർവേ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ്സ് പ്രിൻസിപ്പിൾസ് തേർഡ് സ്റ്റേജ്, പ്രിൻസിപ്പിൾസ് ഓഫ് ICA in 1995 ഫോർത്ത് സ്റ്റേജ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോഓപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതും 5 മാർക്കിൻ്റേതാണ് വരുന്നത്. അടുത്തത് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോഓപ്പറേറ്റീവ്സ്, NAFED, IFCO, CRIPCO, NABARD, NDDB, NCDC and National Housing Bank and other national organizations providing assistance to the housing cooperatives. ഇതും 5 മാർക്കിൻ്റേതായിട്ടാണ് വരുന്നത്. മേൽപ്പറഞ്ഞ 3 ഭാഗങ്ങളിൽ നിന്നും 5 മാർക്ക് വീതമാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അടുത്തത് 4 ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ഒന്ന്, ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ, PCARDBs ആൻഡ് SCARDBs, general purpose and special purpose of agricultural marketing societies, primary marketing societies and their federations including NAFED, rubber marketing societies and their federations, dairy cooperative societies and their federations, processing cooperatives needs and importance, fishery cooperative societies and their federations, consumer cooperative and their federations, industrial cooperative and their federations, handlooms and their federations, power looms, kayra, handicrafts, works cooperatives, significance of വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് ഇൻ കേരള തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും 7 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ഓർ ക്യാഷ്യറിൽ വരുന്നത്. അപ്പോൾ ഇതൊരു മെയിൻ പാർട്ടാണ്. ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കേണ്ടതാണ്. 7 മാർക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് വരും. എല്ലാ വിഷയങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഫെഡറേഷൻസ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈമറി സൊസൈറ്റീസുകളും കൃത്യമായി പഠിച്ചു വെക്കേണ്ടതുണ്ട്. അടുത്തത് കോഓപ്പറേറ്റീവ് ഓഡിറ്റാണ്. ഇതിൽ നിന്നും 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഡെഫിനിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, അഡ്വാൻറ്റേജസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഫോർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ്, ടൈപ്സ് ഓഫ് ഓഡിറ്റ്, മെക്കാനിക്കൽ ഓഡിറ്റ് പ്രിപ്പറേഷൻസ് ഫോർ ഓഡിറ്റ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, സ്റ്റേജർ ഓഫ് പ്രാക്ടിക്കൽ ഓഡിറ്റ്, മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, റീകൺസിലിയേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, കോഓപ്പറേറ്റീവ് ഓഡിറ്റർ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, അസസ്മെൻറ്റ് ആൻഡ് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് തുടങ്ങിയ കാര്യങ്ങളാണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൽ വരുന്നത്. അടുത്ത 6ാമത്തെ ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഈ ഭാഗത്തു നിന്നും 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. മാനേജിങ് ദ സോഷ്യൽ പ്രോസസ് ഇൻ എ കോഓപ്പറേറ്റീവ്, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോഓപ്പറേഷൻ,
associative charter of a cooperative and managing of cooperative association, issues in organizing a cooperative, size of the organization, small area versus large area, single purpose versus multi-purpose, cooperative multi-purpose versus multifunctional cooperatives, unitary versus federal cooperatives, designer versus greenhouse cooperatives, issues in financing of cooperative, evaluating a cooperative organization, member dimension, enterprise dimension and ethical dimension എന്നിങ്ങനെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും വരുന്നത്. സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്നുള്ള ഭാഗത്തു നിന്നാണ് അടുത്ത് വരുന്നത്. ഇത് 5 മാർക്സ് ആണുള്ളത്. ആർബിട്രേഷൻ ആൻഡ് അവാർഡ്സ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് അവാർഡ്സ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അപ്പീൽസ്, റിവ്യൂ ആൻഡ് റിവിഷൻ, മീനിങ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ, അതോറിറ്റി ഓഫ് അപ്പീൽസ്, കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ്, ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നിങ്ങനെ 5 മാർക്കാണ് സെറ്റിൽമെൻറ്റ് ആൻഡ് ഡിസ്പ്യൂട്ട് എന്ന ഭാഗത്തു നിന്ന് വരുന്നത്. അടുത്ത 8ാമത് വരുന്നത് സോഴ്സസ് ഓഫ് ഫണ്ടാണ്. സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഗ്രാൻറ്റ്സ്, സബ്സിഡീസ്, ഓൺഡ് ഫണ്ട്സ്, ബോറോവ്ഡ് ഫണ്ട്സ് എന്നിങ്ങനെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്തു നിന്ന് വരുന്നത്. അടുത്ത 9ാമത്തെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. അതിനകത്ത് വരുന്ന മൊത്തം 6 മാർക്കിലെ ചോദ്യങ്ങളാണ്. ഇവാലുവേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യ ഇൻ 1904 ആക്ട് ഇൻ 1912, ട്രാൻസ്ഫർ ഓഫ് കോഓപ്പറേഷൻ ആസ് എ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1956, the Model Cooperative Societies Bill in 1957, the Model Cooperative Societies Bill in 1991, by Planning Commission trend towards parallel cooperative laws, Andhra Pradesh Mutually Aided Cooperative Societies Act 1995, Multi-State Cooperative Societies Act 1984 and its replacement in 2002, evaluations of cooperative legislations Kerala and enactment of Kerala Cooperative Societies Act 1969 എന്നിങ്ങനെ 6 മാർക്കിൻ്റേതാണ് ക്വസ്റ്റ്യൻസ്. ഇപ്പം മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കോഓപ്പറേറ്റീവ് ഭാഗത്തു നിന്നും കോഓപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യങ്ങൾ മേൽ പറഞ്ഞ 9 ഭാഗത്തു നിന്നായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് പാർട്ട് 2 ബാങ്കിങ് നോക്കാം. ബാങ്കിങ്ങിൽ 40 മാർക്കാണ് പാർട്ട് 2-ൽ വരുന്നത്. ബാങ്കിങ്ങിൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അതിനകത്ത് വരുന്ന ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, പ്രൈമറി ഫങ്ഷൻസ്, അക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ലെൻഡിംഗ് ഓഫ് ഫണ്ട്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡയറക്റ്റ് ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിംഗ് ഓഫ് ബിൽസ്, ancillary services, subsidiary functions, ANC services, general utility services, principles of commercial banking, principles of lending, credit creation by commercial banks, primary deposits and derived deposits, techniques of credit creation, limitations of credit creations എന്നിങ്ങനെ 4 മാർക്കാണ് ആ ഭാഗത്തു നിന്ന് ചോദിക്കുന്നത്. അടുത്തത് സെൻട്രൽ ബാങ്കിങ് ആണ്. ഡെഫിനിഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്, ഒറിജിൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണലൈസേഷൻ ഓഫ് RBI, functions of RBI, issue of currency principles and systems of note issue, RBI as a currency authority, RBI as a banker, agent, advisor and debt manager to government, RBI's financial assistance to central and state government, ways and means of advance, overdraft, central bank as banks regulation and supervision of banks by RBI, reserve bank as a custodian of foreign exchange reserve of the country, development role of RBI, instruments of monetary policy or quantitative techniques, bank rate policy, operation and limitations of bank rate policy, open market operation, objectives and method of operation by RBI, limitations of OMO, variable reserve requirement, cash reserve ratio and statutory liquidity ratio, quantitative methods of credit control, regulation of consumer credit, variation of margins requirements and morals and rating of credit തുടങ്ങിയ കാര്യങ്ങളാണ് സെൻട്രൽ ബാങ്കിങ്ങിൽ വരുന്നത്. ഇതിന് 4 മാർക്കാണ് ഉള്ളത്. അടുത്തത് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്.
പ്രീ ലിബറലൈസേഷൻ പീരീഡ്, ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ്, മെർജിംഗ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് SBI, social control over banks, circumstances leading to social control, aims and objectives of National Credit Council, nationalization of commercial banks, lead bank scheme, objectives of functions and of lead bank, district credit plan, concept of service area approach, differential rate of interest scheme, futures of scheme of regional rural banks, objectives, capital structure and management problems and progress of regional rural banks, മെർജിങ് ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇത് 4 മാർക്സ് എന്നാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. അടുത്തത് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷനാണ് ചോദ്യം ചെയ്യുന്നത്. പോസ്റ്റ് ലിബറലൈസേഷൻ ബാങ്കിങ് ഇൻ ഇന്ത്യ, മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് നരസിംഹം കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം, നരസിംഹ കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ്, എൻട്രി ഓഫ് ന്യൂ ജനറേഷൻ ബാങ്ക്സ്, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഓഫ് ബാങ്കിങ് സെക്ടർ, local area banks, futures of differentiated banks, payment banks and small finance banks, permitted business, financial inclusion, concept of RBI and NABARD, initiative for financial inclusion തുടങ്ങിയ കോഴ്സിൽ നിന്നും 4 മാർക്കാണ് അതിനകത്തുനിന്നും വരുന്നത്. അടുത്തത് ബാങ്കിങ് ലെജിസ്ലേഷൻ ഇന്ത്യ എന്നുള്ള ഭാഗത്തു നിന്നാണ്. അതിനകത്ത് 4 മാർക്കിലാണ് ചോദ്യം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വിത്ത് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്സ്, ഒബ്ജക്റ്റീവ്സ്, ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ്, ബാങ്കിങ് കമ്പനി, അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്, പെർമിറ്റഡ് ആൻഡ് prohibited business of banking company, regulation of voting rights of shareholders, restriction as a payment of dividend reserve fund, licensing of banking companies, power of inspection, audit of bank accounts, acquisition of banking companies, amalgamation of banking companies, winding up of a banking companies തുടങ്ങി 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും ഉള്ളത്. അടുത്തത് പ്രാക്ടീസ് ഓഫ് ബാങ്കിങ് എന്നുള്ളതാണ്. അതിനകത്ത് 4 മാർക്കാണ് ചോദിക്കുന്നത്. ബാങ്കർ ആൻഡ് കസ്റ്റമർ, ജനറൽ ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ഒബ്ലിഗേഷൻസ് ഓഫ് ബാങ്കർ, ഹോണറിംഗ് ഓഫ് ചെക്സ്, മെയിൻ്റനൻസ് സെക്യൂരിറ്റി ഓഫ് കസ്റ്റമേഴ്സ്, അക്കൗണ്ട്സ്, ഗാർണിഷി ഓർഡർ, കോൺസിക്വൻസ് ഓഫ് റോങ്ഫുൾ ഡിസോണർ ഓഫ് ചെക്ക്, സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓഫ് ചെക്ക്, റൈറ്റ് ഓഫ് എ ബാങ്കർ, റൈറ്റ് ഓഫ് എ ജനറൽ, റൈറ്റ് ഓഫ് എ സെറ്റ് ഓഫ് ബാങ്ക്സ്, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ഒബ്ജക്റ്റീവ്സ്, നേച്ചർ ഓഫ് കംപ്ലൈൻസ് ഡെയിൽഡ് ബൈ ഓംബുഡ്സ്മാൻ, ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്, ഓപ്പറേഷൻ ആൻഡ് ക്ലോസിംഗ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, അക്കൗണ്ട്സ് ഓഫ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്, ജോയിൻറ്റ് അക്കൗണ്ട്സ്, അക്കൗണ്ട്സ് ഓഫ് പാർട്ണർഷിപ്പ് ഫേംസ്, ജോയിൻറ്റ്സ് ഓഫ് കമ്പനീസ്, ക്ലബ്സ് ആൻഡ് അസോസിയേഷൻസ് തുടങ്ങി 4 മാർക്കിൻ്റേതാണ് ആ ഭാഗത്തുനിന്നുള്ളത്. അടുത്തത് 7ാമത്തെ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, 4 മാർക്കാണ് ഈ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിലിറ്റി, ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്സ് ആൻഡ് ചെക്സ്, ബാങ്ക് ഡ്രാഫ്റ്റ്, പേ ഓർഡർ, എൻഡോഴ്സ്മെൻറ്റ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ലീഗൽ സിഗ്നിഫിക്കൻസ്, കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്സ്, ക്രോസിംഗ് ഓഫ് ചെക്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിംഗ് ഓഫ് ആൻഡ് ടൈപ്സ് ഓഫ് ക്രോസിംഗ്, മാർക്കിംഗ് ഓഫ് ചെക്സ്, കളക്റ്റിംഗ് ബാങ്കർ, ലീഗൽ സ്റ്റാറ്റസ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ, ഡ്യൂട്ടീസ്, പേയിങ് ബാങ്കർ, ഡിസോണർ ഓഫ് ചെക്സ്, statutory protection, payment in due course, holder in due course, modes of charging securities, lien, pledge, hypothecation, mortgage, kinds of mortgage, guarantee and indemnity, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഗ്യാരണ്ടർ തുടങ്ങി 4 മാർക്കിൻ്റേതാണ് ഈ ഭാഗത്തു നിന്ന് ചോദ്യം. അടുത്തത് അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്. ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ്, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം, ക്രോപ്പ് ലോൺസ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീംസ്, ഒബ്ജക്റ്റീവ്സ്, പർപ്പസ്, എലിജിബിലിറ്റി, ഫ്യൂച്ചേഴ്സ്, ലെൻഡിങ് ടു പ്രയോറിറ്റി സെക്ടേഴ്സ്, കാറ്റഗറീസ്, ടാർഗറ്റ്സ് ആൻഡ് സബ് ടാർഗറ്റ്സ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് NABARD, ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സൂപ്പർവൈസറി റോള്, മൈക്രോ ഫിനാൻസ്, കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ലിങ്കിങ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, SHG ബാങ്ക്സ് തുടങ്ങി 4 മാർക്കിൻ്റേതാണ് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഓഫ് RBI, കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്സ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ, കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, റുപ്പേ കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ വാലറ്റ്, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ, ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം, ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്യാഷ്ലെസ് എക്കണോമി, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, സ്വിഫ്റ്റ് എന്നീ ഭാഗങ്ങളിൽ നിന്നായിട്ട് 4 മാർക്കിൻ്റെയാണ്
ചോദിച്ചിരിക്കുന്നത്. അടുത്തത് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തുനിന്നും 4 മാർക്കാണുള്ളത്. ക്രെഡിറ്റ് റേറ്റിംഗ് ബാങ്ക്സ്, ക്യാമൽസ് റേറ്റിംഗ്, ക്യാപിറ്റൽ അഡിക്വിറ്റി റേഷ്യോ, ടയർ 1 ടയർ 2 ക്യാപിറ്റൽ, റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, CRAR നോൺ പെർഫോമിംഗ് അസറ്റ് ഓഫ് ബാങ്ക്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അസറ്റ്സ്, പ്രൊവിഷനിങ് ഫോർ NPS, കൺസെപ്റ്റ്സ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ, റിക്കൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എൻഫോഴ്സ്മെൻറ്റ് അണ്ടർ സർഫാസി ആക്ട്, പ്രധാൻ മന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഇംപ്ലിമെൻറ്റഡ് ത്രൂ ബാങ്ക്സ്, റൂൾസ് ഫോർ പ്രധാൻ മന്ത്രി സുരക്ഷാ യോജന, പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ, അടൽ പെൻഷൻ യോജന തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 4 മാർക്കാണ് ഈ ഭാഗത്തു നിന്നും വരുന്നത്. അടുത്തായിട്ട് നമുക്ക് പാർട്ട് 3 IT ആൻഡ് സൈബർ ലോയിനെ കുറിച്ച് നോക്കാം. IT ആൻഡ് സൈബർ ലോയിൽ 10 മാർക്കാണ് ഉള്ളത്. ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസ് നെയിംസ് ആൻഡ് യൂസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, എക്സാമ്പിൾസ്, ഫ്യൂച്ചേഴ്സ്, സോഫ്റ്റ്വെയർ, ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പാക്കേജസ്, വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്സ്, ഡേറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്, ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. ലാംഗ്വേജസ് നീഡ് ടു നോട്ട് ബി കൺസിഡേർഡ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, LAN, WAN, MAN, നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇൻ്റർനെറ്റ് സർവീസസ്, WWW, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ മീഡിയ, എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസേഴ്സ്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോസ്, ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ്, IT ആക്ട് ആൻഡ് അതർ ലോസ് തുടങ്ങിയവയാണ് പാർട്ട് 3 സൈബർ ലോസിൽ വരുന്നത്. 10 മാർക്കാണ് വരുന്നത്. ഹാർഡ്വെയറിൻ്റെ ഫംഗ്ഷനും ഇൻപുട്ട് ഡിവൈസ് തുടങ്ങിയൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ക്ലർക്ക് ഓർ ക്യാഷ്യർ കാറ്റഗറി നമ്പർ 63/24, 64/24 എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന പരീക്ഷയിൽ ഉൾപ്പെടുന്ന ചോദ്യപേപ്പറുകളുടെ സിലബസാണ് നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിലബസ് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് അത് കൃത്യമായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അനീഷ് വോയ്സ്.